ഇതിൽ നല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ദുരന്തത്തിൽ ഞങ്ങൾ മൊത്തം നാടുകളും ഞങ്ങൾ പോകുകയായിരുന്നെങ്കിൽ ഏറ്റവും നല്ലതായിരുന്നു. കാരണം ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ മരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രളയത്തിൽ എനിക്ക് പരിക്കൊക്കെ പറ്റിയതാണ്. വാരിയലിന് പൊട്ടുണ്ട്, കാലിന് പൊട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ 2-3 ആഴ്ചയായിട്ടുള്ളൂ പ്ലാസ്റ്റർ വെട്ടിയിട്ട്. ഇപ്പൊ മെല്ലെ നടക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. വീടൊന്നും ഉപയോഗിക്കാൻ പറ്റൂല, ഇനി അവിടെ താമസിക്കാനും പറ്റില്ല. ഞങ്ങള് ഇതിന്റെ ലൈഫിന്റെ വീട് പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ സാധനങ്ങളൊക്കെ കുറച്ച് പോയി, സാധനം താഴെ ഇറക്കിയിട്ടൊക്കെ പോയി. ഞങ്ങൾ ലോൺ എടുത്തിട്ടാണ് പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ചത്. സാധനങ്ങളൊക്കെ ഫുള്ളും പോയി, കുറെയൊക്കെ പോയി. ഞങ്ങൾക്ക് ഇപ്പൊ എന്തായാലും ഒരു വീട് വേണമല്ലോ. ഞങ്ങൾക്ക് ഇനി അവിടെ താമസിക്കാനും പറ്റൂലല്ലോ. ഞങ്ങൾക്ക് എന്തായാലും ഒരു വീട് കിട്ടണം നിർബന്ധമാണ്. അങ്ങനെ കടങ്ങളും എഴുതി തള്ളാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. എന്തെങ്കിലും ദേശീയ ദുരന്തം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലല്ലേ ഇപ്പൊ ഇതിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുള്ളൂ. നമ്മളെ പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് ദേശീയ ദുരന്തത്തിനെ കുറിച്ചിട്ടെങ്കിലും ഒന്ന് പഠിക്കട്ടെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ഇന്ന് വരെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രധാനമന്ത്രിയുടെ കുറ്റം പറയല്ല, നമ്മളെ പ്രധാനമന്ത്രിയാണ്. ഈ സമയത്ത് വന്നിട്ടില്ലെങ്കിൽ ചെലവഴിച്ച് പോയി നല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ത്രെഡിൽ ഇപ്പൊ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വീടുകളും പറമ്പുകളും ഞങ്ങളെ സ്ഥലങ്ങളും സ്കൂളുകളും കോളേജുകളും മൊത്തത്തിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്തെന്നാന്ന് നിങ്ങൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ആ രീതിയിലാണ് ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ അടുത്തൊരു മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിലും വലിയ ദുരന്തങ്ങളാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുള്ളൂ. ഞങ്ങളെ വീടുകൾ, കടകൾ, സ്ഥാപനങ്ങൾ, സ്കൂളുകൾ എല്ലാം ഇവിടെ പോയി കിടക്കും. ഞങ്ങളുടെ നാട് തന്നെ മൊത്തം പോയി കിടക്കാണ്. അപ്പൊ അതിന്റെ പേരിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നാണ് ഇപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂള് കാര്യങ്ങൾ, ഞങ്ങളെ കുട്ടികളെ പഠനങ്ങൾ, ഞങ്ങളെ സ്ഥാപനങ്ങൾ, അതേ ഞങ്ങൾ വീട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൃഷി സ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ അത് പുനരാരംഭിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം എന്നാണ് നമുക്ക് പ്രധാനമന്ത്രിയോട് നമുക്ക് പറയാനുള്ളത്. പ്രധാനമന്ത്രി ഞങ്ങളെ ഭാഗത്ത് നിങ്ങൾ ഒരു പ്രധാനമന്ത്രിയല്ല. കാരണം ചെറിയൊരു പ്രളയം വന്നപ്പോഴത്തേന് ആന്ധ്രാപ്രദേശിൽ കുറഞ്ഞൊരു പ്രളയം വന്നപ്പോഴത്തേന് 400 കോടി ഉറുപ്പ്യ ഇവിടെ കൊടുത്തേ. അതേ സ്ഥാനത്ത് ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് 400 കോടി പോയിട്ട് 400 രൂപ പോലും കിട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ സ്ഥിതി എന്താണ്? അപ്പൊ ഞങ്ങൾ ഈ ഇന്ത്യ രാജ്യത്തല്ലേ ജീവിക്കണ? പ്രധാനമന്ത്രിയോട് ചോദിക്കാറില്ല. ഞങ്ങൾക്ക് ഈ ഇന്ത്യ രാജ്യത്തല്ലേ ഞങ്ങൾ ജീവിക്കണത്? ഇനിയിപ്പോ ഞങ്ങൾ എവിടെ പോകണമെന്നാ പറയണത്? ഞങ്ങളിപ്പോ ഇവിടെ ഒക്കെപ്പാടെ പോയിട്ട് ആന്ധ്ര പോയി കഴിഞ്ഞ് കുറച്ച് വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഫണ്ട് കിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ ഈ നാട്ടിൽ ജീവിക്കണം, ഞങ്ങൾക്ക് എന്തെങ്കിലും ജീവിക്കണം എന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി ഒരു കണ്ണ് തുറന്ന് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് ഞങ്ങളെ നാട് സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ നോക്കണം. ഞങ്ങൾക്ക് തന്നെ പുനരധിവാസം ഞങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല. അതേമാതിരി ഞങ്ങൾക്ക് സ്കൂള് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കുട്ടികൾ പല ഭാഗത്തുമാണ് നിൽക്കുന്നത്. പല വീടുകളായിരിക്കുന്നത്. ഞങ്ങളെ കുടുംബങ്ങളും പല ഭാഗത്തുമാണ്. കുടുംബങ്ങൾ കുറെ ആൾക്കാർ വെച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ട് ഭൂമിന്റെ അടിയിലാണ് കിടക്കുന്നത്. പിന്നെ പോരാത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണമെങ്കിൽ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്താ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കണം എന്നാണ് നമുക്ക് പറയല്ലേ. ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം തന്നെയാണ് ഞങ്ങൾക്ക് പറയല്ലേ. പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ഗുജറാത്തിന്റെയും അതേപോലെ ഉത്തർപ്രദേശിന്റെയും മാത്രം പ്രധാനമന്ത്രിയല്ല, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം കേരളത്തില് മുഖ്യമന്ത്രിയുടെ കൂടെയാണ് സഞ്ചരിച്ചത്. ഈ ഫ്ലഡ് നടന്ന എല്ലാ ഭാഗത്തും സഞ്ചരിച്ചിട്ട് പോലും നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു അദ്ദേഹം വന്ന സമയത്ത്. പക്ഷെ ഇപ്പൊ പറയുന്ന ഒന്നും തരൂല എന്നുള്ളത്. അപ്പൊ ഞങ്ങളെ കാഴ്ചപ്പാടിൽ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെയാണ്. കേരള സർക്കാർ 10,000 രൂപ അടിയന്തര ദുരിതാശ്വാസം തന്നു. അത് കഴിഞ്ഞ് ദിവസവേതനം എന്നുള്ള നിലക്ക് 9,000 രൂപ തന്നു. 116 ദിവസമായി. 19,000 രൂപ കൊണ്ട് എങ്ങനെ ഒരു കുടുംബം മുന്നോട്ട് പോവുക? അതിനുശേഷം എന്ത് എന്നുള്ളത് ഗവൺമെന്റ് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. അന്വേഷിച്ച കാര്യങ്ങളാണ്. ഇപ്പൊ കുറച്ച് അരി കൊടുക്കും കിറ്റ് എന്നുള്ള രൂപത്തില്. അത് റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ് അത് സംവിധാനം ചെയ്ത് വിതരണം ചെയ്യുന്നത്. അത് പൂത്തരിയാന്ന് പറഞ്ഞിട്ട് അതും നിർത്തിവെച്ചു. അപ്പൊ ഈ ഫ്ലഡിൽപ്പെട്ട ആളുകൾ എങ്ങനെ ജീവിക്കുന്നതെന്നുള്ള ഒരു രൂപ ഇതുവരെ ഗവൺമെന്റ് അന്വേഷിച്ച് പിടിച്ച് കണ്ടെത്തിയിട്ടില്ല. ജില്ലയുടെ പല ഭാഗത്തും ആളുകൾ താമസിക്കുന്നുണ്ട്. അവരുടെ സ്ഥിതി എന്താന്നുള്ളത് പടച്ചോന് മാത്രമേ അറിയുള്ളൂ. എന്നാലും പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ കേരളത്തിനോട് ഈ കാട്ടിയ അവഗണന അങ്ങേയറ്റം ദുഃഖകരമാണ്. അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. കേരളത്തിന് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. സ്ഥലം സന്ദർശിച്ച് ആശുപത്രിയിലെല്ലാം പോയി കുറെ ഫോട്ടോഷൂട്ട് നടത്തിയെന്നല്ലാതെ മറ്റൊരു കാര്യം ഇതിലുണ്ടായിട്ടില്ല. കേന്ദ്ര സർക്കാർ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചത് മാത്രമല്ല, ചെയ്യൂലെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്. രണ്ടാമതിന് ഒരു സഹായം ഇന്ന് വരെ ഒരു ഉറുപ്പ്യ പോലും കൊടുത്തിട്ടില്ല. എന്നിട്ട് കൊടുത്തുന്നപ്പ പറഞ്ഞു. ഇന്നലെ കേട്ടത് ഞാൻ വാർത്തയിൽ.
ഇപ്പം തന്നെ നമ്മൾ അത്ര ആൾക്കാരും അത്ര വീടും പോയി പെരുമ്പറമ്പ് പോയ സ്ഥലത്തുള്ള ആൾക്കാർ പല ഭാഗത്തായിട്ട് തെണ്ടി നടക്കുക, ചിന്നിച്ചതറി തെണ്ടി നടക്കാണ്. നല്ല ഇതിൽ ജീവിച്ച ആൾക്കാരാണ്. ഇപ്പൊ അവർ ഗവൺമെന്റിന് ചെറിയ ഒരു സഹായം കൊണ്ടാണ് ഇപ്പൊ അവിടെ ജീവിച്ചു വരുന്നത്. 116 ദിവസമായി നമ്മളെ ഇവിടെ ദുരന്തം നടന്നിട്ട്, ചുരുമല മുണ്ടക്കായി ദുരന്തം നടന്നിട്ട് 116 ദിവസമായി. ഈ 116 ദിവസമായിട്ട് ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ കയ്യിൽ നിന്നോ നമുക്ക് അവകാശപ്പെട്ട ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല ഇതുവരെ. ഒരു കേരള സർക്കാർ 9,000 ഒരു 10,000 രൂപ വാഗ്ദാനം പിന്നെ അടിയന്തര സഹായം നൽകാമെന്ന് പ്രഖ്യാപിച്ചു. അത് ഒരു 80% ആളുകൾക്ക് അത് കിട്ടി എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നമ്മളെ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഇതുവരെ ഒരു നയാ പൈസ കേരള സർക്കാരിന് നമ്മളെ ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തിയിട്ടില്ല. നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇന്നലെ വരെ ആ പ്രതീക്ഷ ഉണ്ടായത് അത് അസ്തമിച്ചു. നമുക്കറിയാം. കാരണം ഇതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കൂല എന്നുള്ള ഒരു സംവിധാനമാണ് ഇവിടെ നമ്മളെ കേന്ദ്ര സർക്കാരിന്റെ അടുത്ത് ഉണ്ടായിട്ടുള്ളത്. അത് വലിയൊരു ഒരു പ്രശ്നമായിട്ട് തന്നെ ഞങ്ങളിവിടെ ഇവിടുത്തെ ജനങ്ങളെ കാണുന്നത്. അതിന് എന്ത് സമര രീതിയാണെങ്കിൽ ഞങ്ങൾ അതിന് സമരമായിട്ട് മുമ്പോട്ട് പോകും. കേന്ദ്ര സർക്കാർ ഞങ്ങളെ അവഗണിച്ചിരിക്കുകയാണ്. നമുക്കറിയാം. നമ്മളെ പ്രധാനമന്ത്രി, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ ഒന്നിച്ച് ഇവിടെ നടന്നു കണ്ട ആളുകളാണ് ഈ ദുരന്തഭൂമി. അപ്പം അവർക്ക് മനസ്സിലായ തന്നെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയൊരു ദുരന്തമായിട്ടാണ് എല്ലാവരും അറിയപ്പെട്ടിട്ടുള്ളത്, എല്ലാവരും അറിയിച്ചിട്ടുള്ളതും. അപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് കണ്ട ഒരു അവസ്ഥ എന്ന നിലയ്ക്ക് തന്നെ ഈ ഒരു പ്രഖ്യാപനം, ഈ ഒരു മാനസികമായിട്ട് ജനങ്ങളെ തളർത്തിയ ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് വളരെ ഞങ്ങളൊക്കെ എന്താ പറയാ വിഷമത്തോടു കൂടിയാണ് ഞങ്ങളത് അറിയുന്നത്. അതിന്റെ ഒരു തീരുമാനം കണ്ട് ഞങ്ങൾ ദേശീയ ദുരന്തമായിട്ട് തന്നെ ഇതിന് പ്രഖ്യാപനം നടത്തണം. അത് കോടതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് മാറ്റി വെച്ചെന്ന് പറഞ്ഞ് അത് ഇനി നീണ്ടു പോകുന്ന തന്നെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് തന്നെ ഇതിനൊരു പരിഹാരം കാണണം എന്നാണ് പറയാനുള്ളത്. അല്ല, നമുക്ക് മുമ്പ് പറഞ്ഞമാതിരി തന്നെ പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇതുപോലെ ഇപ്പൊ പറഞ്ഞമാര് മുഖ്യമന്ത്രി ആയിട്ടും പ്രധാനമന്ത്രിയായിട്ടൊക്കെ എല്ലാവരും ഒരുമിച്ചാണ് ഇതിൽ സഞ്ചരിച്ചിട്ടുള്ളത്. അവര് വന്നപ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ എടുക്കും എന്നുള്ളൊരു തീരുമാനം ഇന്നലെ വരെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്കൂളിലെ പ്രശ്നങ്ങളായാലും ഇപ്പോൾ സ്കൂളും നമ്മളെ കുട്ടികൾ പഠിക്കുന്ന ഒരു ഇതാണ്. ഇപ്പോൾ അവർ ഇന്നലെ വരെ കുട്ടികൾ ഒരുപാട് ബൈക്കിൽ നിന്നു ബസ്സിന്റെ ഒരു പ്രശ്നം കൊണ്ട്. അപ്പോൾ ഈ സ്കൂളിന് ശരിക്ക് നന്നാക്കി എടുക്കാന്നെങ്കിൽ സ്കൂൾ കംപ്ലൈന്റ് ഇല്ലാത്ത സ്കൂൾ തന്നെ ഇതിലുണ്ട്. അവർക്ക് കുറഞ്ഞ ക്ലാസ്സുകൾ അതിൽ ഉപയോഗിക്കാനുള്ള സജ്ജീകരണങ്ങൾക്ക് അതിൽ ചെയ്യാം. അതുപോലും അവർ ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ നമ്മൾ ഇവിടെയുള്ള ആളുകൾ, വ്യാപാരികൾ, അവരൊക്കെ ഭയങ്കര പ്രയാസത്തിലാണ്. അവരെ കടകളൊക്കെ പൂട്ടി ഒരു ആനുകൂല്യങ്ങളും ഇതുവരെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇന്നലെ വരെ ആ ഒരു പ്രതീക്ഷ ഞങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ പ്രതീക്ഷ ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എന്തെങ്കിലും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ.